ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. 2021 വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇയർ ആയിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു 3 months ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. ഇന്ത്യയിൽ ക്രിപ്റ്റോസ് ബാൻ ചെയ്യുമോ എന്നൊക്കെയുള്ള ഒരു റൂമേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ NFTs പോപ്പുലർ ആയി. ഫേസ്ബുക്ക് മെറ്റ എന്നുള്ള പേരിലേക്ക് മാറ്റി മെറ്റവേഴ്സ് എന്നുള്ളൊരു ബസ് വേർഡ് ആയി മാറി. ഓംരിക്കോൺ എന്നുള്ള പുതിയൊരു വേരിയന്റ് വന്ന് നമ്മളെ എല്ലാം പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ഗ്ലോബൽ ചിപ്പ് ഷോർട്ടേജ് 140 ഇൻഡസ്ട്രീസിനെ അഫക്ട് ചെയ്തിരുന്നത്. പിന്നെ സ്പൈഡർമാൻ നോ വേ ഹോം ലോകത്തിലെ തന്നെ 12ാമത്തെ ഏറ്റവും അധികം ഗ്രോസ് ചെയ്ത ഒരു മൂവി ആയിട്ട് മാറി. അതേപോലെ കേരളത്തിലെ തിയേറ്റേഴ്സ് എല്ലാം റീഓപ്പൺ ചെയ്തു 2021. അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു 2021. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഈ ലാസ്റ്റ് 1 year ആയിട്ട്, അതായത് 2021 ജനുവരി ടു ഡിസംബറിൽ ഏറ്റവും അധികം റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്നുള്ളതിനെ പറ്റിയാണ്. അതേപോലെ നമ്മൾ ഇനി ഈ സെയിം ഇൻവെസ്റ്റ്മെന്റ് അടുത്ത വർഷങ്ങളിലേക്ക് ഇതേപോലെ തന്നെ ഉള്ള ഹയർ റിട്ടേൺസ് തരുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട്. 2021 സ്റ്റോക്ക് മാർക്കറ്റ് നമുക്ക് നല്ല റിട്ടേൺസ് തന്നെയാണ് തന്നത്. ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് റിട്ടേൺസ് ആണ് ആക്ച്വലി 2021 തന്നത്. ഇപ്പൊ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നിഫ്റ്റി നോക്കുകയാണ്, നമ്മുടെ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് 25% ഗ്രോത്ത് ആണ് ലാസ്റ്റ് 1 year നിഫ്റ്റി തന്നിരിക്കുന്നത്. അതേപോലെ ചില മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇക്വിറ്റി ലിങ്ക്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് 85% വരെ ഗ്രോത്ത് തന്നിട്ടുള്ള നമുക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് 2021 ബട്ട് എന്നാൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ഒരു വർഷം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നത് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തന്നെയല്ല. നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗസ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ 2021 ഏറ്റവും അധികം റിട്ടേൺസ് തന്നിട്ടുള്ളത് ക്രിപ്റ്റോ കറൻസീസ് ആണ്. ഈ ഒരു പുതിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ അസറ്റ് ക്ലാസ് ആണ് ഏറ്റവും അധികം റിട്ടേൺസ് നമ്മൾ 2021 തന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ലാസ്റ്റ് 10 years നോക്കുകയാണെങ്കിലും ക്യുമുലേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കോമ്പൗണ്ടിങ് റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റിട്ടേൺസ് തന്നിരിക്കുന്നത് ക്രിപ്റ്റോസ് എന്നുള്ള പുതിയൊരു അസറ്റ് ക്ലാസ് ആണ്. ക്രിപ്റ്റോസിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ 137% റിട്ടേൺസ് ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തേറിയം 278% റിട്ടേൺ ആണ് ഇത്തേറിയം തന്നിരിക്കുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ വളരെ വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റ്സ് ആയിരുന്നു 2021 ക്രിപ്റ്റോ മാർക്കറ്റ്സിൽ. ഒരു ഏപ്രിൽ ആ ഒരു ടൈമൊക്കെ വളരെ വലിയൊരു ബൂം കണ്ടെങ്കിലും അതിനുശേഷം വളരെ ഒരു ഡിക്ലൈൻ കണ്ടു. പിന്നെ അവസാനം നവംബർ ഒക്കെ ആയപ്പോഴത്തേക്കും വീണ്ടും ഓൾ ടൈം ഹൈയിലേക്ക് ഏകദേശം എത്തി. പിന്നെ വീണ്ടും ഡിസംബർ ഒക്കെ ആയപ്പോഴേക്കും താന്നു. പക്ഷെ എന്നാലും ഒരു വർഷത്തെ നമ്മൾ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു റിട്ടേൺസ് തന്നെയാണ് ഓബ്വിയസ്ലി ക്രിപ്റ്റോസ് തന്നിരിക്കുന്നത്. ക്രിപ്റ്റോസിൽ തന്നെ നമ്മൾ ഇത്തേരിയവും ബിറ്റ്കോയിനും ഈ ലോങ് ടേമിൽ റിട്ടേൺസ് തന്നിരിക്കുന്ന ഈ അസറ്റ്സ് എല്ലാം വിടുകയാണ്. 2021 സ്പെസിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റിട്ടേൺസ് തന്നിരിക്കുന്നത് ഇതൊന്നും തന്നെയല്ല. ഏതൊരു അസറ്റിനെ വെച്ച് നോക്കിയാൽ കമ്പയർ ചെയ്താലും ഏറ്റവും അധികം റിട്ടേൺസ് തന്നിരിക്കുന്നത് ചില പർട്ടിക്കുലർ ടോക്കൺസ് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ കോയിൻസ്. ഇപ്പൊ നമ്മൾ ഷീബ ഇനു എന്ന് നോക്കുകയാണെങ്കിൽ ഡോജ് കോയിൻ കില്ലർ എന്നുള്ള ഒരു ടാഗ് ലൈൻ ആയിട്ട് വന്ന ഒരു പർട്ടിക്കുലർ ടോക്കൺ ആണ് ഷീബ ഇനു എന്ന് പറഞ്ഞ ടോക്കൺ. 2021 ഷീബ ഇനുവിന്റെ പീക്സ് ടൈം നോക്കുകയാണെങ്കിൽ 43 million % ഗ്രോത്ത് ആണ് ഈ ഷീബ ഇനു ഇൻവെസ്റ്റേഴ്സിന് കൊടുത്തത് ആ ഒരു ടൈമിൽ. അതേപോലെ വേറൊരു ടോക്കണായ ലൂണ എന്നുള്ള ടോക്കൺ നോക്കുകയാണെങ്കിൽ ഏകദേശം 13,000% ഗ്രോത്ത് ആണ് 2021. അതേപോലെ ആക്സി ഇൻഫിനിറ്റി എന്നുള്ള ടോക്കൺ നോക്കുകയാണെങ്കിൽ 12,000% ഗ്രോത്ത് ആണുള്ളത്. പക്ഷെ ഈ പർട്ടിക്കുലർ ടോക്കൺസ് എല്ലാം ഈ ഒരു ഗ്രോത്ത് നമ്മൾ കാണുമ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇനിയും നമ്മൾക്ക് ഈ ഒരു ഗ്രോത്ത് തന്നെ നെക്സ്റ്റ് ഇയേഴ്സ് കിട്ടുമോ, അല്ലെങ്കിൽ ഈ ഒരു ഗ്രോത്ത് സസ്റ്റൈനബിൾ ആണോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ടോക്കൺസ് എല്ലാം തന്നെ നമുക്ക് ഇത്രയും അധികം റിട്ടേൺസ് തന്നിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ പല ഇൻവെസ്റ്റേഴ്സിനും നല്ല രീതിയിലുള്ള ലോസസും കൊടുത്തിട്ടുണ്ട്. അത് ഈ ടോക്കൺസ് മാത്രമല്ല, നമ്മൾ പല ക്രിപ്റ്റോസ് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കുമ്പോൾ നഷ്ടങ്ങളും സ്കാംസും ഒക്കെ വലിയൊരു പാർട്ടാണ് ക്രിപ്റ്റോ കറൻസിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി ഷീബ ഇനു എന്ന് പറയുന്ന പോലുള്ള മീം കോയിൻസ് അല്ലെങ്കിൽ മീം ടോക്കൺസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോയിൻസിനും ടോക്കൺസിനും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ഒരു ഹൈപ്പ് കാണും. ആൾക്കാരെല്ലാവരും ഓക്കെ ടു ദ മൂൺ എന്നെല്ലാം പറഞ്ഞ് ഈ ഒരു ഹൈപ്പ് ബിൽഡ് ചെയ്ത് ഇതിന്റെ പ്രൈസസ് കൂടുതലായിട്ട് കയറിപ്പോകും. എന്നാൽ നമ്മൾ ഈ ഒരു ഹൈപ്പ് ഡൈ ഡൗൺ ചെയ്ത് വരുന്നതനുസരിച്ച് ഇതിന്റെ ഒരു പ്രൈസ് താഴ്ന്നു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഷീബ ഇനുവിനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ പ്രൈസ് ഇപ്പം വളരെയധികം താഴ്ന്ന് നിൽക്കുന്ന ഒരു ടൈമാണ്. ഇപ്പൊ നമുക്ക് ഡോജ് കോയിന്റെ കേസ് നോക്കുകയാണെങ്കിലും ഓൾ ടൈം ഹൈസിലേക്കൊക്കെ എത്തിയെങ്കിലും പിന്നീട് ആ ഹൈപ്പ് ഡൈ ഡൗൺ ചെയ്തൊരു ടൈമിൽ
പ്രൈസ് താന്നു. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിപ്റ്റോ വേൾഡിൽ, ക്രിപ്റ്റോ മാർക്കറ്റിൽ ഇതേപോലുള്ള കുറെ അധികം നഷ്ടങ്ങളും കുറെ അധികം സ്കാംസും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു ലോകമാണ് ക്രിപ്റ്റോ വേൾഡ് എന്ന് പറയുന്നത്. നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിൻ ആൻഡ് ഇത്തീറിയം ആണ് ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് റിട്ടേൺസ് നമുക്ക് തന്നിരിക്കും. ലാസ്റ്റ് 10 years നോക്കുകയാണെങ്കിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് റിട്ടേൺസ് തന്നിരിക്കുന്നത് ബിറ്റ്കോയിൻ ആൻഡ് ഇത്തീറിയം ആണ്. ഇത് രണ്ടും തന്നെയാണ് നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് 2 ക്രിപ്റ്റോ കറൻസീസ്. നമുക്ക് ഇതിനെ ഒരു ബ്ലൂ ചിപ്പ് ക്രിപ്റ്റോസ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഈവൻ ബിറ്റ്കോയിനും ഇത്തീരിയത്തിനും പോലും ഒരു പ്രോപ്പർ ഇൻട്രൻസിക് വാല്യൂ ഉണ്ട് എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. ഇത്തീരിയം സൊളാനയും പോലുള്ള ബ്ലോക്ക് ചെയിൻ ഇപ്പോൾ NFTs, നോൺ ഫഞ്ചബിൾ ടോക്കൺസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു റിയൽ വേൾഡിൽ വേറൊരു പ്രോപ്പർ യൂസ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്സിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു ഇൻട്രൻസിക് വാല്യൂ ഇപ്പോഴും ഏതൊരു ക്രിപ്റ്റോ കറൻസി നോക്കുവാണെങ്കിലും ഒരു പ്രോപ്പർ ഇൻട്രൻസിക് വാല്യൂ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും, ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല, അല്ലെ? പേഴ്സണലി ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് ക്രിപ്റ്റോസിലും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലും. ഭാവിയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ക്രിപ്റ്റോസിനും വളരെ വലിയ ആപ്ലിക്കേഷൻസ് ഭാവിയിൽ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നാലും നമുക്ക് ഭാവി ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചിലപ്പോൾ ഭാവിയിൽ ഇതിന് വലിയ ആപ്ലിക്കേഷൻസ് ഉണ്ടായേക്കാം, ചിലപ്പോൾ വലിയ ഇൻട്രൻസിക് വാല്യൂ ഉണ്ടായേക്കാം, വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജി ആയി മാറിയേക്കാം. പക്ഷെ അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ ആയിരിക്കണം ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് സീറോയിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് തോന്നുന്ന ഒരു ഭാഗം മാത്രമേ നമ്മൾ ക്രിപ്റ്റോസിൽ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അതിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലൂ ചിപ്പ് ക്രിപ്റ്റോസ് ആണെങ്കിൽ കൂടെ, അതായത് ബിറ്റ്കോയിനും ഇത്തീരിയം ആണെങ്കിൽ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടോട്ടൽ എമൗണ്ട് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് നമുക്ക് കുഴപ്പമില്ലാത്ത ഒരു പോർഷൻ മാത്രമേ നമ്മൾ ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് തന്നെയാണ് ഞാനും പേഴ്സണലി ചെയ്യുന്നത്. കാരണം എനിക്കറിയാത്ത കാര്യം എനിക്കറിയില്ല. ഭാവിയിൽ ഇത് ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും ഭാവിയിൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഞാൻ എൻ്റെ റിസ്ക് ആപ്പറ്റൈറ്റ് അനുസരിച്ച് ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയൊരു ശതമാനമാണ് ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു പോർഷൻ സീറോ ആയി പോയാലും എനിക്ക് കുഴപ്പമില്ല. എന്നെ പേഴ്സണലി എന്നെ ഫൈനാൻഷ്യലി ഒരു രീതിയിലും അഫക്റ്റ് ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള ആ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതെന്റെ ഒപ്പീനിയൻ മാത്രമാണ്. നിങ്ങൾ ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇതിനെപ്പറ്റി സ്റ്റഡി ചെയ്യുക, പിന്നെ നിങ്ങൾ സ്വന്തം റിസ്ക് ആപ്പിറ്റൈറ്റ് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനം ആയിരിക്കണം ക്രിപ്റ്റോസിലേക്ക് പോകേണ്ട ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. അങ്ങനെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇപ്പോഴും ഈ ഒരു സിറ്റുവേഷനിലും ക്രിപ്റ്റോസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം എഗെയിൻ പറഞ്ഞതുപോലെ, നമ്മൾ സംസാരിച്ചതുപോലെ, ഭാവിയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇത്രയൊക്കെ ആയിരുന്നു ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. ഇതേപോലെ തന്നെയുള്ള പേഴ്സണൽ ഫൈനാൻസ്, ക്രിപ്റ്റോസ് എന്നുള്ള ടോപ്പിക്സിനെ പറ്റിയുള്ള വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നെയിംസും അതിലെ ഓരോ ടേംസും എക്സാക്ട്ലി എന്താണ് മീൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനായി ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫിനാൻഷ്യലി ഫ്രീ.